കഴിഞ്ഞ കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വൈറലായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് രേണു സുധി. ഭർത്താവിൻ്റെ മരണശേഷമാണ് രേണു ലൈം ലൈറ്റിലേക്ക് എത്തുന്നത് തന്നെ. അഭിനയം തന്നെയാണ് രേണുവും പ്രൊഫഷനായി സ്വീകരിച്ചിരിക്കുന്നത്. തുടക്കത്തിൽ ജനപിന്തുണ ഉണ്ടായിരുന്നുവെങ്കിലും ഇൻറ്റിമേറ്റ് രംഗങ്ങളിൽ അഭിനയിച്ചു തുടങ്ങിയതോടെയും ഗ്ലാമറസ് ഫോട്ടോഷൂട്ടുകൾ ചെയ്യാൻ തുടങ്ങിയതോടെയും രേണുവിനെതിരെ വിമർശനം വന്നു തുടങ്ങുകയായിരുന്നു. മാത്രമല്ല, സുധിയുമായുള്ള വിവാഹത്തിന് മുമ്പുള്ള രേണുവിൻ്റെ വ്യക്തിജീവിതവും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. ഇപ്പോഴിതാ തനിക്കെതിരെ വരുന്ന വിമർശനങ്ങൾ സഹിക്കാവുന്നതിന് അപ്പുറമായി എന്നും ആത്മഹത്യ ചെയ്യാൻ ഭയമില്ല എന്നും പറയുകയാണ് രേണു. താൻ ആത്മഹത്യ ചെയ്യും മുമ്പ് മക്കൾക്ക് വിഷം നൽകും എന്നുമാണ് ഒരു ഇൻ്റർവ്യൂവിൽ രേണു പറയുന്നത്. വീഡിയോ വൈറലായതോടെ രേണുവിനെതിരെ അഡ്വക്കേറ്റ് രംഗത്തെത്തുകയായിരുന്നു. ഭർത്താവിനെ താൻ കൊന്നുവെന്ന് വരെ ആരോപണങ്ങൾ വന്നു തുടങ്ങിയതായും അഭിമുഖത്തിൽ രേണു പറയുന്നുണ്ട്. എൻ്റെ പപ്പ സുധിച്ചേട്ടനെ കൊന്നതാണ് എന്ന് വരെ പറയുന്നുണ്ട് ആൾക്കാർ. സുധിച്ചേട്ടൻ മരിക്കുന്നതിൻ്റെ തലേ ദിവസം അസുഖവും കൂടി സീരിയസ് ആയി പപ്പ ആശുപത്രിയിലായിരുന്നു, മരിക്കാറായിരുന്നു. ഞാൻ സുധിച്ചേട്ടനെ കൊന്നതാണ് എന്നും ചിലർ പറയുന്നുണ്ട്. സുധിച്ചേട്ടന് അപകടം നടക്കുന്ന സമയത്ത് ഞാൻ ഉറങ്ങുകയായിരുന്നു, അറിഞ്ഞതുപോലുമില്ല ഇതൊന്നും. കയ്പമംഗലത്തുണ്ടായ വാഹനാപകടത്തിലാണ് സുധിച്ചേട്ടൻ മരിച്ചത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ഞങ്ങളെല്ലാവരും കൂടി ആത്മഹത്യ ചെയ്യണമെന്നാണോ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നവരുടെ ആഗ്രഹം? ആത്മഹത്യ ചെയ്യാൻ എനിക്ക് ഭയമില്ല, പക്ഷേ എനിക്ക് ഋതപ്പനും കിച്ചുവും മക്കളായുണ്ട്. അവർക്ക് അമ്മയെ കൂടി ഇല്ലാതാക്കണോ? മരിക്കുവാണെങ്കിൽ പിള്ളേർക്ക് കൂടി വിഷം കൊടുത്തിട്ടേ ഞാൻ ചാവുകയുള്ളൂ. കാരണം ഞങ്ങൾ സഹിക്കാവുന്നതിൻ്റെ നെല്ലിപ്പലക കണ്ടു കഴിഞ്ഞു എന്നാണ് രേണു പറയുന്നത് തന്നെ. മക്കളെയും കൂടി ആത്മഹത്യ ചെയ്യുമെന്ന രേണുവിൻ്റെ ഭീഷണി വൈറലാവുകയും ചർച്ചയാവുകയും ചെയ്തിരിക്കുകയാണ്. തെറ്റ് ചെയ്യാത്ത കുട്ടികളെ കൂടി വിവാദത്തിലേക്ക് വലിച്ചിടുന്നത് രേണുവല്ലേ? മ്യൂസിക് വീഡിയോകളിൽ അഭിനയിക്കുന്നതും ലക്കി ഡ്രോ തട്ടിപ്പുകളുമെല്ലാം ചെന്ന് കയറിയത് രേണു സ്വയം തന്നെയല്ലേ എന്നിങ്ങനെയെല്ലാമാണ് വീഡിയോ വൈറലായതോടെ വന്ന കമൻറ്റുകൾ. പരസ്യമായി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് രേണുവിനെ നിയമക്കുരുക്കിൽ ചാടിച്ചേക്കുമെന്ന് അഭിഭാഷകൻ പറയുകയാണ്. രേണുവിൻ്റെ ഇളയ മകൻ കുട്ടി മൈനറായതുകൊണ്ട് തന്നെ ബാലാവകാശ കമ്മീഷൻ വിഷയത്തിൽ ഇടപെട്ടേക്കും. കുട്ടി മൈനറായതുകൊണ്ട് തന്നെ ബാലാവകാശ കമ്മീഷനിൽ ആളുകൾക്ക് വിഷയത്തിൽ കേസ് കൊടുക്കാനും പറ്റും. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ പരാതിപ്പെട്ട് രേണുവിനും കുടുംബാംഗങ്ങൾക്കും കൗൺസിലിംഗ് കൊടുക്കാൻ വേണ്ടത് ചെയ്യാൻ പറ്റുമെന്നും അഭിഭാഷകൻ പറയുന്നുണ്ട്. ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളായതുകൊണ്ട് തന്നെ വീഡിയോ തെളിവാക്കി കൊണ്ടുപോയി ആർക്കും ഈ കാര്യത്തിൽ പരാതി നൽകാനും സാധിക്കുകയും ചെയ്യും. സുധിയുടെ രണ്ടാം ഭാര്യയാണ് രേണു. ദാമ്പത്യം 5ാം വർഷത്തിലെത്തിയപ്പോഴാണ് സുധി അപ്രതീക്ഷിതമായി മരിച്ചത്. നടൻ്റെ വേർപാടോടെ സാമ്പത്തിക ബുദ്ധിമുട്ട് രേണുവിനും കുടുംബത്തിനെയും അലട്ടുകയായിരുന്നു. ഇതോടെയാണ് വരുമാന മാർഗമായി അഭിനയം രേണു തിരഞ്ഞെടുത്തത്. സുധിയുമായുള്ള വിവാഹത്തിൽ ഒരു മകനാണ് രേണുവിനുള്ളത്. 4 വയസ്സുകാരനായ മകൻ രേണുവിൻ്റെ വീഡിയോകളിലെല്ലാം നിറഞ്ഞു നിൽക്കാറുമുണ്ട്. സുധിയുടെ അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ഒപ്പമാണ് മൂത്ത മകൻ വിദ്യാർത്ഥിയായ രാഹുലിൻ്റെ താമസം. സുധിയുടെ മക്കളുടെ വിദ്യാഭ്യാസ ചെലവുകൾ ഫ്ലവേഴ്സ് ചാനലാണ് വഹിക്കുന്നത്.